ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിന്ന് വളരെ കൗതുകകരമായ ഒരു കാര്യം വന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ അങ്ങനെ ഒരു സാധനം കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. ആദ്യം ഞാൻ അത്ര നിസ്സാരമായി മാത്രം കണ്ടിരുന്നെങ്കിലും പക്ഷെ പിന്നീട് എനിക്ക് വളരെ ക്യൂരിയോസിറ്റി തോന്നിയത് കൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം അറിയാൻ എനിക്കൊരു ആകാംക്ഷ കൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വലിച്ചു നീട്ടുന്നില്ല, കാര്യത്തിലേക്ക് വരാൻ പെട്ടെന്ന്. ഞാനിന്ന് ബസ്സിൽ യാത്ര ചെയ്തു. എനിക്ക് ബസ്സിൽ 13 രൂപയാണ് മിനിമം ചാർജ് എനിക്ക് വന്നത്. ഞാൻ 20 രൂപ കൊടുക്കുകയും ബാലൻസ് 7 രൂപ തരികയും ചെയ്തു. ഞാനത് 7 രൂപ ഉണ്ടല്ലോ, പെട്ടെന്ന് നോക്കി ഓക്കെ ഒരു 5 രൂപ കിട്ടും, അതുപോലെ തന്നെ ഒരു 2 രൂപയും. അപ്പം ഞാൻ പെട്ടെന്ന് പോക്കറ്റിലേക്ക് ഇട്ടു. പിന്നീട് ഞാൻ വന്ന് നോക്കിയപ്പോഴാണ് എനിക്ക് ശരിക്കും ഈ ക്യൂരിയോസിറ്റി ഫീൽ ചെയ്തത്. ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഞാനത് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, ഇതാണത്. കാണുന്നുണ്ടോ എന്നറിയില്ല, കാണുന്നുണ്ടോ? ഇത് ആക്ച്വലി 20 പൈസയുടെ ഒരു കോയിനാണ്. ഒരുപാട് നാൾ മുൻപ് ഇറങ്ങിയ ഒരു 20 പൈസയുടെ കോയിനാണ്. അപ്പോൾ എനിക്കത് വളരെ ക്യൂരിയോസിറ്റി തോന്നിയത് കൊണ്ട് ഞാനത് ഷെയർ ചെയ്തതാണ്. ആർക്കെങ്കിലും ഇങ്ങനെയുള്ള 20 രൂപയുടെ 20 പൈസ, സോറി 20 രൂപയല്ല 20 പൈസ, ഈ 20 പൈസയുടെ ഇങ്ങനെയുള്ളൊരു തൊട്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ എൻ്റെ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ഞാനത് അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് കമൻറ്റ് ചെയ്യുക. അതിൽ 20 പൈസ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഓപ്പോസിറ്റ് സൈഡിൽ 1860, 1948 ഇങ്ങനെ ഒരു പീരീഡും കൂടി കൊടുത്തിട്ടുണ്ട്. എന്താണ് അങ്ങനെ കൊടുത്തതെന്ന് എനിക്കറിയില്ല, കാണുന്നുണ്ടോ എന്നറിയില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള ഈ തൊട്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. ഞാൻ ആദ്യം സംശയിച്ചു ഇത് ഇന്ത്യൻ കറൻസി തന്നെയാണോ എന്ന് വളരെ സംശയിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാം, എനിക്കറിയില്ല കൂടുതലായിട്ടൊന്നും. ഇതിനെക്കുറിച്ച് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ.